നമസ്കാരം. വിഷുവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം കണിയാണ്. മൂന്നാമത്തെ ചിത്രം കൈനീട്ടമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്നോ ഭഗവാന്റെ മറ്റ് നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ പ്രകടമാകുന്നതായ ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ഭഗവാന്റെ കൃപാ കടാക്ഷം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് കടന്ന് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രവൃത്തികൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നു അത് ശരിയാണ് എന്ന്, എന്നാൽ പിന്നീട് ആണ് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പല അബദ്ധങ്ങളും പിണയാറുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ഗുണാനുഭവങ്ങൾ ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാം എന്ന ചിന്ത അല്ലെങ്കിൽ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി പ്രതിഫലിക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടാകാം, അതല്ല ബിസിനസ്, നിങ്ങൾ ചെയ്യുന്നതായ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ഉയർച്ചയുടെ കാലം തന്നെയാണ്. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ശരിയായ രീതിയിലുള്ള ഈ തിരഞ്ഞെടുപ്പുകളാൽ, ചിന്തകളാൽ, പ്രവൃത്തികളാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സ്വർഗതുല്യമായ ജീവിതം തന്നെ പല കാര്യങ്ങളിലും പ്രകടമായി എന്ന് വരാം. ഭഗവാനായി തന്നെ നൽകുന്ന ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും, ആഗ്രഹിച്ചതായ സ്ഥലത്തേക്കുള്ള കാര്യങ്ങൾ, യാത്രകൾ, അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഇത്തരം കാര്യങ്ങളും, അതായത് സന്തോഷം നിങ്ങൾക്ക് കൂടുതലായി നൽകുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏർപ്പെടുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. മാനസിക വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം, മാനസിക പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം, രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്നതായ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സാധ്യത നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും, പല സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായും കടന്ന് വരിക തന്നെ ചെയ്യും. വീട്, ആരോഗ്യം, ഇത്തരത്തിൽ പല കാര്യങ്ങളുമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം കൃത്യസമയത്ത് തന്നെ എല്ലാം നടത്തുക എന്നതാണ്. ഭഗവാൻ നൽകുന്നതായ അവസരങ്ങൾ അത്തരത്തിൽ നിങ്ങൾ വിനിയോഗിക്കണം. എല്ലാം കൃത്യസമയത്ത് നടക്കുവാനുള്ള സാധ്യതകളാണ് നിങ്ങൾക്ക് മുൻപിൽ തെളിയുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.
ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, പിന്തുണ, സഹായം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാണ് കടന്നു വരിക. രണ്ടാമത്തെ ചിത്രമായ വിഷുക്കണിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കാതെയാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കുക. അത് തൊഴിൽപരമോ ബിസിനസ് പരമോ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമായ ചില കാര്യങ്ങളാകാം. 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയോ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ആത്മാർത്ഥമായി നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മുൻപ് നേരെ വിപരീതമായിരുന്നു കാര്യങ്ങൾ എന്നതാണ് വാസ്തവം. നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കും, എന്നാൽ നിങ്ങളെക്കാൾ കഴിവില്ലാത്തതായ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ മുൻപിലേക്ക് പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഭഗവാൻ നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നില്ല എങ്കിൽ പോലും പല കാര്യങ്ങളും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള വഴികൾ തെളിയുന്നതാണ്. പുതിയ ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഗുരുവോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തിയോ ആയി മാറാവുന്നതുമാണ്. അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പലപ്പോഴും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നം മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. പല വ്യക്തികളും വളരെ വേദനപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ അവഗണിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അവർ പോലും നിങ്ങളുടെ അടുത്ത് തിരികെ എത്തുകയോ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ പലപ്പോഴും സ്വസ്ഥത നശിക്കുന്നതായ സാഹചര്യം, അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അപവാദങ്ങൾ അനുഭവിക്കുന്നവരാണ്. കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളാണ് നിങ്ങൾ എങ്കിൽ പോലും പലപ്പോഴും ഇത്തരം വേദനകൾ പലരും അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് ചെയ്യുന്നു എന്നതാണ് വാസ്തവം. സഹായിച്ചാൽ തിരികെ സഹായം ലഭിക്കാത്ത, പിന്തുണ പോലും ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും, അത് സാമ്പത്തികപരമായ കാര്യങ്ങളാണ് എങ്കിലും പിന്തുണയാണ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ആരോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എങ്കിൽ അവർ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ധനപരമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പെട്ടെന്ന് തന്നെ സന്തോഷിക്കുവാനുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തന്നെ തീരും. മൂന്നാമത്തെ ചിത്രമായ കൈനീട്ടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല ദോഷകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും പല വ്യക്തികൾക്കും നിങ്ങളോട് അസൂയയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയിക്കുമോ അതുമൂലം നേട്ടങ്ങൾ, ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുമോ എന്ന സംശയം പലർക്കുമുണ്ട്. അതുമൂലം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ശത്രുദോഷത്താൽ വന്ന് ഭവിക്കുന്നു. എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ശത്രു വിജയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നു എങ്കിലും പല സമയങ്ങളിലും മനസമാധാനം ലഭിക്കാത്തതായ സാഹചര്യം, തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ, പ്രധാനമായും ജീവിതത്തിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു.
പ്രധാനമായും ഈ സമയം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പരാധീനതകൾ, കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം. എന്നാൽ ഇതിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈശ്വര വിശ്വാസം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം വന്നു ചേരും. ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. വീണാലും തിരിച്ചെഴുന്നേൽക്കുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരും. സ്വപ്നം കാണുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭവിക്കുക തന്നെ ചെയ്യും, വന്ന് ഭവിക്കും. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കും. ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങളെ ഒഴിവാക്കിയവർ പോലും അഥവാ കുറ്റപ്പെടുത്തിയവർ പോലും പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലതും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ട്. അതിൽ ചിലതെങ്കിലും തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുകയോ ചെയ്യാവുന്നതാണ്. പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ട്. എന്നാൽ നടക്കുമോ എന്ന ഭയം, ചിന്തകൾ, ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ആശങ്കകൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഗൃഹദോഷം, അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ജീവിതത്തിൽ അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭഗവാന്റെ അനുഗ്രഹം, കൃപാ കടാക്ഷം പ്രകടമാകുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു.